മനുഷ്യ, എത്ര പുകഴ്ത്തിയാലാണ് നിന്നെക്കുറിച്ച് പറഞ്ഞു തീരുക? ഇല്ല, ഒരിക്കലും പറഞ്ഞു തീരില്ല. മനോഹരമായ നിന്റെ ശരീരം, സുന്ദരമായ നിന്റെ കണ്ണുകൾ, ഒരു പിളർപ്പ് പോലുമില്ലാതെ കേൾക്കുവാൻ വേണ്ടി നിന്റെ 2 ചെവി, ഒരിക്കലും തളരാത്ത നിന്റെ ഹൃദയം, എന്തിനധികം പറയുന്നു നിന്റെ ബുദ്ധി, നിനക്ക് നല്ലതേതെന്ന് മനസ്സിലാക്കി തരുന്ന നിന്റെ ബുദ്ധി, തീർച്ചയായും വിസ്മയകരം തന്നെ നീ പൂർണ്ണമായും. ഈ സൗഭാഗ്യമൊക്കെ ആരാണ് നിനക്ക് തന്നത്? അല്ലാഹ്. യെസ്, ഇറ്റ് ഈസ് അല്ലാഹ്. അല്ലാഹ് അല്ലാതെ വേറെ ഒരാൾ അല്ലേ അല്ല എന്ന് മരണവേദനയിൽ പോലും നിന്റെ റസൂൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിനക്ക് പഠിപ്പിച്ചു തന്നതല്ലേ? നിനക്ക് എന്താണ് അല്ലാഹ് റസൂലിലൂടെ നിനക്ക് പഠിപ്പിച്ചു തരാത്തത്? അല്ലാഹ് പറഞ്ഞു, നീ വാ, എന്റെ അടുക്കലേക്ക് വാ, എന്നിൽ നിന്നും തെന്നിപ്പോകല്ലേ എന്ന് എത്ര പ്രാവശ്യം പറഞ്ഞു. എന്തുകൊണ്ട് നീ നിന്റെ നാഥന്റെ വാക്കുകൾ ചെവികൊണ്ടില്ല? അല്ലാഹ് മാത്രം മതി നിനക്ക് എപ്പോഴും എല്ലാത്തിനും. അവനുണ്ടോ നിന്റെ മനസ്സിൽ? അവനെ മാത്രമൊന്ന് പേടിച്ചൂടെ? അങ്ങനെ ചെയ്താലുള്ള ലാഭമോ? നീ ഈ ലോകത്ത് പിന്നെ പേടിക്കുകയേ ഇല്ല. നിനക്ക് എന്തൊക്കെ തന്നു, ഇനിയും എന്തൊക്കെയോ തരാമെന്ന് അള്ളാഹുവിന് ആഗ്രഹമുണ്ട്. പക്ഷേ നീ നിന്റെ സ്വാർത്ഥത കൊണ്ട് തെന്നിമാറുന്നു. എന്തിന്? ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ. അല്ലാഹ് മാത്രം മതി നിനക്ക്. നിനക്ക് എന്ത് നല്ലത് തരാനും അവൻ തന്നെയാണ് അർഹൻ. അവൻ മാത്രമാണ് അർഹൻ. എന്നിട്ടും എന്തുകൊണ്ട് നീ ഇങ്ങനെ മാറിപ്പോയത്? നിന്നെ ആക്കി മാറ്റിയ, വേർതിരിച്ച് തന്റെ വിരലിൽ നിനക്കൊരു വിലാസം തന്ന, നിനക്ക് നിന്റെ മാതാവിലൂടെ ജീവൻ തന്ന അവൻ, അതെ അല്ലാഹുവിനു വേണ്ടി നീ എന്ത് നന്ദി ചെയ്തു? പ്രകൃതി നിയമമല്ലേ സുഹൃത്തെ, നല്ലത് ചെയ്തവന് നന്ദി കാണിക്കണമെന്ന്? ചിന്തിക്കുക എന്റെ സുഹൃത്തെ. ഈ വ്യക്തിയോട് നീ നന്ദി കാണിക്കുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. ഇത് നന്ദികേടല്ലേ? എന്തുകൊണ്ട് നീ നിന്റെ മഹത്തായ ബുദ്ധി ഉപയോഗിക്കുന്നില്ല? നന്മയിലേക്ക് തിരിച്ചു വരുന്നില്ല? എന്തു പറ്റി നിനക്ക്? എന്തിനു വേണ്ടിയാണ് നീ മോശങ്ങളിലേക്ക് വഴിതെറ്റിപ്പോകുന്നത്? നല്ലത് ചിന്തിക്കൂ എന്റെ സുഹൃത്തെ. നല്ലതിനു വേണ്ടി മാത്രം പ്രാർത്ഥിക്കുക. നിനക്ക് നല്ലത് മാത്രമേ കിട്ടുകയുള്ളൂ. ഏ മനുഷ്യ, എന്താണ് നിനക്കുള്ള കുറവ്? എന്താണ് നിനക്ക് വേണ്ടത്? എന്താണ് നിന്നെക്കുറിച്ച് നീ വിചാരിക്കുന്നത്? ഏ മനുഷ്യ, യു ആർ സ്പെഷ്യൽ ടു ഡു സ്പെഷ്യൽ. സവിശേഷമാണ് നീ, ഒരു പളുങ്ക് പാത്രം പോലെ. എന്തിന്? സവിശേഷമായ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി മാത്രം. അതല്ലാതെ എന്തിന് നീ ആ പളുങ്ക് പാത്രം ഉടയ്ക്കാൻ ശ്രമിക്കുന്നു? എന്ത് ലാഭമാണ് നിനക്കങ്ങനെ ചെയ്യുന്നതിൽ? ഈ ലോകത്തിൽ നീ ഒരിക്കലും പൂർണ്ണമായി സന്തോഷിക്കില്ല. അല്ലാഹ് നിനക്ക് എന്ത് തന്നാലും നിനക്ക് തൃപ്തി വരില്ല എന്നുറപ്പാണ്. ഈ ലോകം ഉണ്ടാക്കിയത് തന്നെ നിന്റെ ഹൃദയത്തെ വേദനിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്, നിന്നെ പരീക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്. നീ ഈ ലോകത്ത് എപ്പോഴും ഹാപ്പിയാകണം എന്ന് ചിന്തിക്കുന്നെങ്കിൽ നിനക്ക് തെറ്റുപറ്റി എന്റെ സുഹൃത്തെ. എന്റെ സഹോദരി സഹോദരന്മാരെ, നിനക്ക് എങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നു നീ ഒന്നുമല്ല എന്ന്? നീ അള്ളാഹുവിന്റെ അടിമയാണ്. അല്ലാഹ് നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു കോടിക്കണക്കിലുള്ള മനുഷ്യരിൽ നിന്ന്. നിനക്ക് ദാനമായി തന്നു അവന്റെ ഇസ്ലാം. പ്രിയ സുഹൃത്തെ, വേദനയും പേടിയും നിനക്ക് മോശമായി തോന്നുന്നെങ്കിൽ നീ അള്ളാഹുവുമായി ഒരു അടുപ്പവുമില്ലാത്തത് കൊണ്ടാണ്. അതുപോലെ തന്നെ വേദനയും പേടിയും നിനക്ക് നല്ലതായി തോന്നുന്നെങ്കിൽ നീയും അള്ളാഹുവുമായി അടുക്കുന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും. അല്ലാഹ് പറഞ്ഞു, ഓ എന്റെ അടിമയെ, വരൂ എന്റെ അടുത്തേക്ക്. ഇത് നിനക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. എന്തിന്? എനിക്ക് നിങ്ങളെ എന്നിലേക്ക് എത്തിച്ചേ പറ്റൂ.
അതുമാത്രമാണ് എൻ്റെ ആഗ്രഹം. സത്യമായിട്ടും നമ്മളെയെല്ലാം അവൻ പരീക്ഷിക്കും. ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പരീക്ഷിക്കപ്പെട്ടിരിക്കും. അതാണ് സത്യം. ക്ഷമ അതുമാത്രമാണ് വേണ്ടത്. നീ ചെയ്യേണ്ട ഒരേ ഒരു കാര്യവും അതുതന്നെയാണ്. ക്ഷമിക്കൂ ഓ മനുഷ്യ, കുറച്ചുകൂടി ക്ഷമിക്കൂ. അതുകൊണ്ട് നിന്റെ മനസ്സിൽ അല്ലാഹ് ഉണ്ടോ? എന്നാൽ നിനക്ക് എല്ലാം ഉണ്ട്. ഇല്ലേൽ എന്ത് നിനക്ക് കിട്ടിയാലും നീ സന്തോഷിക്കില്ല. ഇല്ല, ഒരിക്കലും നീ സന്തോഷിക്കില്ല. വല്ലാഹിൽ അലീം, അതാണ് സത്യം. ഇത് കളവല്ല, പച്ചയായ സത്യം മാത്രം. വിഷമങ്ങളും പ്രയാസങ്ങളും നമുക്ക് ഉണ്ടാകും. അതാണ് സത്യം. ജീവിതം ഒരു പരീക്ഷയാണ്. ഞങ്ങൾ പരീക്ഷിക്കപ്പെട്ടിരിക്കും. അല്ലാഹ് നിന്നോട് പറഞ്ഞിട്ടില്ലേ, ഈ ജീവിതം നിന്നെ പരീക്ഷിക്കാതെ നിൽക്കുമെന്ന് നീ കരുതുന്നുണ്ടോ? നിനക്കു തെറ്റി. നിന്നേക്കാൾ മുന്നേ വന്നവരെ ഞാൻ പരീക്ഷിച്ചില്ലേ? എന്തിനു പറയുന്നു? നബിമാര് പോലും പറഞ്ഞിട്ടില്ലേ എപ്പോഴാണ് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുക എന്ന്? അതേസമയം അല്ലാഹ് ഉത്തരം നൽകിയിട്ടുമുണ്ട്. അള്ളാഹുവിന്റെ സഹായം നിന്റെ കൂടെ എപ്പോഴും ഉണ്ട്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ഞങ്ങൾ പരീക്ഷിക്കപ്പെട്ടിരിക്കും. വിഷമം, സങ്കടം, വേദന എല്ലാം ഉണ്ടായിരിക്കും. ഇതാണ് ജീവിതം. ഒന്ന് മനസ്സിലാക്കുക എൻ്റെ സുഹൃത്തെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രമാണ് നിനക്ക് അള്ളാഹിലേക്കുള്ള മാർഗം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രമാണ് നിനക്ക് അള്ളാഹുവിലേക്കുള്ള മാർഗം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രമാണ് നിനക്ക് അള്ളാഹുവിലേക്കുള്ള മാർഗം. അള്ളാഹ് ഉണ്ടോ നിനക്ക് നിന്റെ മനസ്സിൽ? നിനക്ക് എല്ലാമുണ്ട്. അതുകൊണ്ട് നീ ഇന്ന്, ഇപ്പോ, ഈ നിമിഷം ഒരു തീരുമാനം എടുത്തേ പറ്റൂ. ഒന്നുകിൽ അള്ളാഹുവുമായി അടുക്കുക, അങ്ങനെ സ്വർഗത്തിലേക്കുള്ള വാതിൽ നിനക്ക് വേണ്ടി തുറപ്പിക്കുക. അല്ലെങ്കിൽ നീ നിന്റെ വേദന സഹിച്ച് ജീവിക്കുക. അള്ളാഹ് മാത്രമാണ് നിനക്കെല്ലാത്തിനും ഉള്ള മരുന്ന്. അവനിലേക്ക് എത്തിയാലേ നീ ഈ ലോകത്തെക്കുറിച്ച് പൂർണ്ണമായി അറിയൂ. എൻ്റെ സഹോദരീ സഹോദരന്മാരെ, എത്ര വലിയ കാര്യങ്ങളാണ് അള്ളാഹ് നമുക്ക് വേണ്ടി ചെയ്തു തന്നത്. അവൻ നമ്മെ ജനിപ്പിച്ചു. അവൻ നമുക്ക് ജീവൻ തന്നു. അവൻ നമുക്ക് നല്ല ആരോഗ്യം തന്നു. അവൻ നമുക്ക് സമ്പത്ത് തന്നു. അവൻ നമുക്ക് മക്കളെ തന്നു. അവൻ നല്ല ഭാര്യയെ തന്നു. നല്ല ഒരു കുടുംബവും വീടും തന്നു. അവൻ നമുക്ക് സ്വർഗം തരാമെന്ന് വാഗ്ദാനവും ചെയ്തു. ഇത്രത്തോളം നമ്മെ സ്നേഹിക്കാൻ അള്ളാഹുവിനല്ലാതെ ആർക്കാണ് കഴിയുക? ഇല്ല, ഒരാൾക്കും കഴിയില്ല എന്നത് പൂർണ്ണ സത്യമാണ്. അവൻ നമുക്ക് കാണിച്ചു തന്നു. നമ്മൾ അവനോട് അനുസരണക്കേട് കാണിച്ചാലും അവൻ നമുക്ക് ഭക്ഷണം നൽകുന്നു. അവൻ നമുക്ക് വസ്ത്രം നൽകുന്നു. നമ്മൾ അവനോട് എത്ര അനുസരണക്കേട് കാണിച്ചിട്ടും എത്ര വലിയ തെറ്റ് ചെയ്തിട്ടും അവൻ നമുക്ക് വീണ്ടും വീണ്ടും ശ്വസിക്കാൻ ഓക്സിജൻ തരുന്നു. അവൻ നമ്മെ ഭക്ഷണം കഴിപ്പിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. എത്ര വലിയവൻ അല്ലാഹ് സുബ്ഹാനല്ലാഹു തആല. മനുഷ്യ, നിനക്കറിയുമോ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാതിരാത്രിയിൽ എണീറ്റു നിന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കൈകൾ ആകാശത്തിലേക്ക് നീട്ടി. എന്നിട്ട് പറഞ്ഞു, യാ അല്ലാഹ്, എന്റെ സമുദായം, എന്റെ സമുദായം. യാ അല്ലാഹ്, എന്റെ സമുദായം, എന്റെ സമുദായം. യാ അല്ലാഹ്, എന്റെ സമുദായം, എന്റെ സമുദായം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിൽ കൂടുതൽ ഒന്നും പറയാൻ പറ്റിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നന്നേ വിഷമത്തിലായിരുന്നു. സുബ്ഹ് സമയമാകുന്നതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. എന്നിട്ട് പറഞ്ഞു, യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹ് നിങ്ങളിലേക്ക് എന്നെ അയച്ചു. അല്ലാഹു പറഞ്ഞു, യാ മുഹമ്മദ്, നിങ്ങളുടെ അല്ലാഹ് അവിടത്തെ സമുദായത്തെ കൊണ്ട് താങ്കളെ ഒരിക്കലും വിഷമിപ്പിക്കില്ല. നിങ്ങളുടെ അല്ലാഹ് അവിടുത്തെ സമുദായത്തെ കൊണ്ട് താങ്കളെ ഒരിക്കലും വിഷമിപ്പിക്കില്ല. ഒരേ ഒരു ചോദ്യമേ ഉള്ളൂ മനുഷ്യ, നീ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ
വിഷമിപ്പിക്കാൻ നീ ഇഷ്ടപ്പെടുന്നുണ്ടോ? നീ എന്താണ് ചെയ്തത് അല്ലാഹുവെ നീ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയാൻ? അല്ലാഹുവിന്റെ കോടതിയിലുള്ള ഈ ചോദ്യത്തിന് നീ എന്ത് മറുപടി നൽകും? അല്ലാഹു പറഞ്ഞു, എൻ്റെ അടിമയെ നീ എങ്ങനെയാണ് എന്നെ സ്നേഹിച്ചത്? പറയൂ, ഏത് രീതിയിലാണ് നീ എന്നെ സ്നേഹിച്ചത്? എൻ്റെ സ്വർഗം നിനക്ക് നൽകുവാൻ നീ എന്താണ് ചെയ്തത്? ഓ മനുഷ്യ, ഒരു നിമിഷം നീ നിന്റെ കൈ നെഞ്ചത്ത് വെച്ച് ആലോചിക്കുക. നീ അല്ലാഹുവിനെ സ്നേഹിച്ചിട്ടുണ്ടോ? നീ നിന്റെ മനസ്സിനോടൊന്ന് ചോദിച്ചു നോക്കൂ, നീ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ടോ? എനിക്കുള്ള ചോദ്യം ഇതാണ് എൻ്റെ സഹോദരി സഹോദരന്മാരെ. നീ എന്താണ് ചെയ്തത്? നീ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയാൻ നീ എന്താണ് ചെയ്തത്? നീ ഏറ്റവും ചെറിയ രീതിയിൽ ഇസ്ലാമിനെ വ്യാപിപ്പിച്ചിരുന്നോ? നീ ഏറ്റവും ചെറിയ രീതിയിൽ ഒരു പാവത്തിന് ഭക്ഷണം നൽകിയിരുന്നോ? നീ ഏറ്റവും ചെറിയ രീതിയിൽ ഒരു അനാഥയെ തലോടിയിരുന്നു? അല്ലാഹു സുബ്ഹാനല്ലാഹു തആല നമ്മെ സ്നേഹിച്ചതിന് ഒരതിരില്ല സുഹൃത്തെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹ് നമ്മെ സ്നേഹിച്ച് തോൽപ്പിക്കുകയാണ്. അതാണ് സത്യം. ഏതുപോലെ ഒരു കുട്ടിയെ നഷ്ടപ്പെട്ട് മാതാവിന് തിരിച്ചു കിട്ടിയാലുള്ള സ്നേഹം, ആ മാതാവിനേക്കാൾ അല്ലാഹു നിന്നെ സ്നേഹിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഈ ഒരു കാരണം കൊണ്ടാണ് സുഫിയാനുസ് സൗരി റഹിമല്ലാഹ് പറഞ്ഞത്, എനിക്ക് അല്ലാഹുവിന്റെ കോടതിയിൽ എന്റെ മാതാപിതാക്കളെക്കാൾ വിശ്വാസം അല്ലാഹുവിനെ മാത്രമാണ്. അല്ലാഹു എന്നെ സ്നേഹിച്ച പോലെ ഒരാളും എന്നെ സ്നേഹിച്ചിട്ടില്ല. അല്ലാഹുവിനെയാണ്, അവനെ മാത്രമാണ് എനിക്ക് വിശ്വാസം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹു മാത്രമാണ് നിന്നെ ഏറ്റവും അധികം സ്നേഹിച്ചത്. അല്ലാഹു മാത്രമാണ് നിന്നോട് കാരുണ്യം കാണിച്ചത്. അതെ, അല്ലാഹു തന്നെ. അല്ലാഹു സ്നേഹിക്കുന്നത് പോലെ ഒരാൾക്കും നിന്നെ സ്നേഹിക്കാൻ പറ്റില്ല. അല്ലാഹു നിന്നോട് കാണിച്ച സ്നേഹം എങ്ങനെയാണ്, ഏത് രീതിയിലാണ് പറഞ്ഞു തീരുക? അറിയില്ലേ നിന്നോട് അല്ലാഹു പറഞ്ഞത്, ഞാൻ ഈ ലോകം തന്നത് എന്റെ കയ്യിലുള്ള 100%-ൽ 1% മാത്രമാണ്. ഇപ്പോ നീ സുഖിക്കുന്നതൊക്കെ എന്റെ ധനമാണ്, അതും വെറും 1% മാത്രം. ബാക്കിയുള്ള 99% എന്റെ കയ്യിലുണ്ട് എന്ന് അല്ലാഹു നിന്നെ പഠിപ്പിച്ചു തന്നില്ലേ? ചിന്തിക്കൂ, ഈ ലോകം ഒന്നുമല്ല. അല്ലാഹുവിന്റെ കയ്യിലുള്ള 100%-ൽ 1% മാത്രമാണ് നീ ഇപ്പോ അനുഭവിക്കുന്നത്. ചിന്തിക്കൂ എന്റെ സുഹൃത്തെ, ബാക്കിയുള്ള 99% നിനക്ക് അല്ലാഹ് സ്വർഗത്തിൽ തരാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് എന്റെ സുഹൃത്തെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. എങ്ങനെയായിരിക്കും സ്വർഗം? നിന്റെ മനസ്സിന് അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള കഴിവില്ല എന്ന് ഉറപ്പാണ്. നീ ചിന്തിക്കുന്നതിൽ നിന്നും എത്രയോ ദൂരമാണ് ആ ലോകം. അപ്പോൾ പിന്നെ മടുത്തു പോകില്ലേ ഇത്രയും സുഖം കിട്ടിയാൽ എന്ന് ചിന്തിക്കുന്നവരോട് ഒരു കാര്യം, ഈ ലോകം മടുക്കുന്നില്ലല്ലോ നിങ്ങൾക്ക്, പിന്നെ എങ്ങനെയാണ് സ്വർഗം നിങ്ങൾക്ക് മടുക്കുക? സ്വർഗത്തിലുള്ള ഏറ്റവും വലിയ സമ്മാനം എന്താണെന്ന് അറിയുമോ നിങ്ങൾക്ക്? അറിയാമല്ലേ? അതെ, അതുതന്നെയാണ് ആ സുവർണ നിമിഷം. നീ അല്ലാഹുവിനെ കാണുന്ന ആ നിമിഷം. നിന്നെ ഇത്രയും നാൾ പരീക്ഷിച്ച, നിന്നെ ഇത്രയും നാൾ വേദനിപ്പിച്ച, നിന്നെ ഇത്രയും നാൾ സ്നേഹിച്ച, ക്ഷമിക്കാൻ പഠിപ്പിച്ച, നല്ലതു ചെയ്യാൻ പഠിപ്പിച്ച അല്ലാഹുവിനെ കാണുക തന്നെയാണ് നിനക്കുള്ള സ്വർഗത്തിലെ ഏറ്റവും വലിയ സമ്മാനം. എന്റെ സഹോദരി സഹോദരന്മാരെ, ഒരു മുസ്ലിമായ ഞാൻ പാലിക്കേണ്ട കടമയാണ് മറ്റുള്ളവർക്ക് നന്മ ഉപദേശിക്കുക എന്നത്. അതിനാൽ എന്റെ ഈ വാക്കുകൾ ഈ ലോകത്തിൽ വിഷമങ്ങൾ ത്യജിച്ചവർക്കുള്ള ഒരു എളിയ സമ്മാനമായി കരുതുക. എന്തെങ്കിലും തെറ്റ് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പൊറുക്കുക. അല്ലാഹു എല്ലാം അറിയുന്നവൻ ആകുന്നു. ഈ പാവത്തിന് ഒരേ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ. എല്ലാവർക്കും ഏതു വിഷമഘട്ടം തരണം ചെയ്യുവാനും, എല്ലാവരും നല്ലത് മാത്രം ചിന്തിക്കുകയും ചെയ്യുകയും, എല്ലാ മനുഷ്യരും അല്ലാഹുവിങ്കലേക്ക് എത്തിച്ചേരുവാനും, അല്ലാഹുവിന്റെ സ്വർഗത്തിൽ ഒത്തുകൂടുകയും സന്തോഷം പങ്കിടുകയും ചെയ്യട്ടെ. ആമീൻ. ജസാക്കുമുല്ലാഹ് ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.